ഹലോ, ഞങ്ങൾ ചോറെടുക്കാൻ പോവാ കേട്ടോ. ഈ റോട്ടിൽ ഇത് ഫുള്ള് വെള്ളമാട്ടോ. ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റോട്ടിൽ ഫുള്ള് ഉറവെള്ളമൊക്കെ ആകെ ഉറവെള്ളമാട്ടോ. അപ്പുറവും ഇപ്പുറവും നടുവിലും എല്ലായിടത്തും വെള്ളമാട്ടോ. അവമ്മോള് പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അവമ്മോള് പിന്നെ ഇന്ന് ഞങ്ങളെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ. ഓളൊന്നും എന്താ അറിയില്ല, ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. അല്ലെങ്കിൽ ഓളെന്നും എടുക്കാൻ പറയണം. അന്ന് ഓൾ ചെരുപ്പ് എടുക്കണം, അതുകൊണ്ട് തോന്നിട്ടോ. അല്ലെങ്കിൽ ചെരുപ്പ് ഇട്ടുണ്ടാവില്ല. അപ്പോൾ ഓൾക്ക് എടുക്കണം. ഇന്നിപ്പോൾ എടുക്കുമൊന്നും വേണ്ട. ഓൾ ഫ്രണ്ടിൽ ചോറെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഓളാണ് ചെല്ലുന്നുണ്ട് കഴിഞ്ഞാൽ ഓൾക്ക് ചോറെടുക്കാൻ വയ്ക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. അതിനെ കാണാനാണ് ഈ ഫ്രണ്ടിൽ ഓടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ഞങ്ങളെ സൗണ്ട് ആയിട്ട് തന്നെ പുറത്തേക്ക് വരണ്ട കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ അറിയില്ല, ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒന്നരാടേ വരലുള്ളൂ. ഇന്ന് ചോറ് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ചോറൊന്നും നാളെയും കൊടുക്കാണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നരാട മതിയെന്ന് പറഞ്ഞേക്കാം കേട്ടോ. വെറുതെ വീട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്നോട് പറഞ്ഞു തന്നെ നമുക്ക് പെട്ടെന്ന് പോവുക, കടലൊക്കെ കയറാനുള്ളതല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതല്ലേ, നേരം വഴിക്കണ്ടാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ നനയും. പിന്നെ ഞാനും അന്നയും കൂടി വേഗം ചോറെടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ടോ. അങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചാൽ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാനുള്ളൂ വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലാന്ന്. അങ്ങനെ ഞങ്ങളിതാ വിളിച്ച് ചോദിച്ചിട്ടും വിളിച്ച് ചോദിച്ചിട്ടാട്ടോ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ കടയിലേക്ക് പോകുമ്പോൾ ഇത് അപ്പം വരുന്നുണ്ട് ഈ സൈഡിൽ കൂടെ. അപ്പം പിന്നെ എന്നും വൈകുന്നേരത്ത് പോകലുണ്ടല്ലോ. ഇനി തിരിച്ച് വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കടയുടെ മുന്നിലെത്താറായി. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ചിക്കനും വാങ്ങിയിട്ട് വേണ്ട ഞങ്ങൾക്ക് പോവാൻ. ഫസ്റ്റ് ചിക്കൻ വാങ്ങാനായിട്ട് ഞങ്ങൾ പോയത്. ചിക്കൻ വാങ്ങിയിട്ടായിരുന്നു പിന്നെ കടയിൽ കയറിയത്. ഇന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ഇടയിൽ ഇവിടെ അച്ചാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ചാർ ഇരിക്കുന്നുണ്ടപ്പോൾ അന്നമോൾ അത് എടുത്ത് നോക്കുക കേട്ടോ, ഓരോന്ന് ഏത് അച്ചാറാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു അച്ചാർ കണ്ടു കേട്ടോ. ഞാൻ അപ്പോഴേക്ക് സാധനം വാങ്ങി അങ്ങോട്ട് പോകുക. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു എടി നോക്കി നോക്കി ഇത് കല്യാണ ബിരിയാണി അച്ചാറാണ് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ കല്യാണ ബിരിയാണി അച്ചാർ ചോദിച്ചിട്ട് നോക്കി നോക്കിയപ്പോൾ അതിനായിട്ട് സംഭവം. അപ്പോൾ ഇത് എന്തിങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. അങ്ങനെ ഇതാ അവമോൾ ഇവിടെ മിഠായിട്ടയുടെ മുന്നിലുണ്ട് കേട്ടോ. ഏത് മിഠായി ആണെന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കോപ്പിക്കോയും ചോക്കി ആയിട്ടോട് വാങ്ങിയത്. ഞങ്ങൾ വീട്ടിലെത്തിയേക്കുമ്പോൾ ഇപ്പം ഇവിടെ എത്തിക്കൊണ്ട് കേട്ടോ. ഇപ്പം അതാ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് എന്നിട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. പിന്നെയും കൊടുക്കാൻ വേണ്ടി തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി, തോനെ കൊടുക്കണ്ടാന്ന് കേട്ടോ. അങ്ങനെ ഇപ്പം അതുകൊണ്ട് പോയിട്ടോ. പിന്നെ എല്ലാ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അടുക്കളയ്ക്ക് പോയേക്കുമ്പോൾ ഞങ്ങൾ കൊടുത്ത സാധനങ്ങൾ ഇമ്മി ഇളമിയും കൂടെ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഞങ്ങൾ മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ മന്തി മസാല കേട്ടോ ഞങ്ങൾ വാങ്ങൽ നെയ്യാറിൻ്റെ. അങ്ങനെ അതാ ഞങ്ങൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഓംലേറ്റ് അടിച്ച് കഴിക്കാനുണ്ട്. അങ്ങനെ അതാ ഉള്ളിയും പച്ചമുളകൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ മുട്ട ഓംലേറ്റ് അടിക്കാൻ റെഡിയാക്കി. വെളുത്തുള്ളി മന്തിക്കുള്ളതാട്ടോ, മുട്ടയ്ക്കുള്ളതല്ല കേട്ടോ. അങ്ങനെ ഇതാ മുട്ട പൊടിച്ച് പറന്ന് റെഡിയാക്കി അലക്കി സെറ്റാക്കിയിട്ട് ഞങ്ങളിതാ മുട്ട ഓംലേറ്റ് അടിക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് ആദ്യം ഇട്ടിട്ടുണ്ടതിൻ്റെ മുന്നേ പച്ചമുളക് ഇട്ടതിൻ്റെ മുന്നേ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വെച്ചിട്ടോ. ഓൾക്ക് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ വയ്ക്കില്ല പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം അവക്കും ഇബൂനും ഉള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ടോ. മുട്ട ഓൾക്ക് കൊടുത്തിട്ട് ഓരോ കഴിച്ചിട്ടോ. ഓൾക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അവൾക്കും ഇബനൊക്കെ പിന്നെ ഓംലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ രണ്ടാളും കഴിക്കുന്നുണ്ട്. രണ്ടാൾക്ക് ഞാൻ ചൂടുകൊടുക്കനെ പൊട്ടിച്ചിട്ട് കൊടുത്ത കേട്ടോ പാത്രത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അങ്ങനെ പിന്നെ നല്ലപോലെ കഴിച്ചോളൂ കേട്ടോ, നിലത്തൊന്നും കളയാണ്ടേ. അങ്ങനെ എന്താ രണ്ടാളും ഇബ് നിലത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ട്, അവ അവിടെ ഇരുന്നിട്ടും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് നോക്കുമ്പോൾ അപ്പോൾ രണ്ടാളും കൂടി തല്ലൂടുന്നല്ല കേട്ടോ. അവ സ്നേഹം കൊണ്ട് ഇബൂനെ കെട്ടിപ്പിടിക്കുക. ഇബൂനെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, അതിന് കരയാ കേട്ടോ. അവസാനം ഞാൻ പറഞ്ഞു കരയല്ല വിട്ടളോ, അവനെ കെട്ടിപ്പിടിക്കണ്ട, അവനക്ക് ഇഷ്ടമല്ല കെട്ടിപ്പിടിക്കണത് പറഞ്ഞിട്ടോ. ഞാൻ നല്ല വിടിപ്പിച്ചിട്ട് ഞാൻ നീപ്പിച്ചിരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ അവനെ നീപ്പിച്ചിരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ നീച്ചിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവൻ തെറ്റിക്കണം കേട്ടോ. തെറ്റിൽ പിന്നെ മുന്നിലാണ്. എന്തെങ്കിലും ചെറുതായിട്ട് കാട്ടുമ്പോഴേക്കും അവൻ അപ്പം തെറ്റിട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോഴേക്കും ഇവിടുത്തെ ചിക്കനിൽ മസാല ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കാം. ക്യാപ്സിക്കും തക്കാളിയും മാഗി ക്യൂബും മന്തി മസാലയും ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിക്കണം കേട്ടോ ഇവിടെ. അങ്ങനത്തെ ഒക്കെ സെറ്റാക്കി ഞങ്ങളുടെ മന്തി ദമ്മിട്ട് വെച്ചിട്ടോ. റൈസ് ആദ്യം വേവിച്ച് വെച്ചുകൊണ്ട് പിന്നെ ദമ്മിടാൻ എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ നല്ല വെന്ത് റെഡി ആയിക്കണു. സ്മോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.